കണ്ണൂരിൽ വൻ ലഹരി മരുന്നുവേട്ട. വീട്ടിൽ സൂക്ഷിച്ച് 141 ഗ്രാം MDMA-യും 21 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. കണ്ണൂർ എടക്കാട് സ്വദേശി വിഷ്ണു പോലീസ് കസ്റ്റഡിയിലാണ്. ഫെലിക്സ് ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, ഇത്രയും വലിയ അളവിലുള്ള രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വീട്ടിൽ സൂക്ഷിക്കണമെങ്കിൽ വലിയൊരു മയക്കുമരുന്ന് ശൃംഖലയുടെ മുഖ്യ കണ്ണിയായിരിക്കുമല്ലോ ഇയാൾ. ഇന്ന് പുലർച്ചെയാണ് പോലീസ് ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരം ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത്. ഈ എടക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആറ്റടപ്പ നൂഞ്ഞിക്കാവിന് സമീപം ആണ് ഈ വിഷ്ണുവിന്റെ വീടുണ്ടായിരുന്നത്. ആ വീട്ടിൽ നിന്നുമാണ് 142 ഗ്രാം MDMA-യും 22 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും കണ്ടെത്തി. ഇതൊപ്പം തന്നെ ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തി സ്വരൂപിച്ച 1,12,000 രൂപയും ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ഇയാൾ ടിപ്പർ ലോറി ഡ്രൈവറാണ് എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബംഗളൂരുവിൽ നിന്നാണ് മയക്കുമരുന്ന് എത്തിച്ചത് എന്നും പോലീസ് പറയുന്നു. മറ്റ് കേസുകളിൽ നിന്നും പ്രതിയായ ഒരു വ്യക്തി കൂടിയല്ല ഈ വിഷ്ണുവും. പോലീസിന്റെ ഇത് സംബന്ധിച്ച് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. അങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തിയത്. അതായത് ഇയാൾ പല പണ ഇടപാടുകൾ നടത്തിയതായുള്ള വിവരമാണ് ഏറ്റവും ആദ്യം പോലീസിന് ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് ഉണ്ടായത്. അങ്ങനെ വീട്ടിൽ വെച്ച് വിൽപ്പന നടത്തുന്നു എന്ന് പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലർച്ചെ പരിശോധന നടത്തിയത്. അതിലാണ് ഈ കാര്യങ്ങൾ, ഈ ലഹരി വസ്തുക്കളൊക്കെ തന്നെ കണ്ടെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇയാൾ ഏതാണ്ട് നിരവധി ഇടങ്ങളിൽ, കണ്ണൂർ നഗരത്തിലെ, കണ്ണൂർ ടൗണിലെ, ചക്കരക്കൽ തുടങ്ങിയ ഇടങ്ങളിൽ ഇയാൾ ലഹരി വിൽപ്പന നടത്തി എന്നും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് 20 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് ഇയാൾ ഈ ലഹരി മരുന്ന് നൽകിയത് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ഫെലിക്സ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത ആളിൽ നിന്നും കണ്ടെത്തിയത് വൻതോതിലുള്ള രാസലഹരിയാണ്.